ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കുൻഹേനെ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് അവർ ഫസ്റ്റ് സൈനിങ് അണ്ടർ അമറിൻ. ട്രാൻസ്ഫർ തുടങ്ങുന്നേ ഉള്ളൂ. ജൂൺ തൊട്ട് തുടങ്ങും. ഇന്ന് തുടങ്ങി. ഇന്ന് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് അവേഴ്സിൽ തന്നെ ഇത് ഏകദേശം കൺഫേംഡ് ആയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് സബ്ജക്ട് ടു എനിക്ക് വന്ന വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്. അത് വലിയ കാര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിവേ it is confirmed that the Brazilian Cunha is going to play for Manchester United next season. അപ്പോൾ കുൻഹ ഹിയർ വി ഗോ ആണ്. ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ, ഡേവിഡ് ജേക്കബ്സ് എന്നുള്ള ടോപ്പ് ടിയർ ജേർണലിസ്റ്റ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, വെൽക്കം കുൻഹ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പേസിൽ നമ്മൾ അടുത്ത സൈനിങ്സ് നടത്താതെ നമുക്ക് അടുത്ത സീസൺ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഈ സൈനിങ്സിന് മാത്രമല്ല, നമുക്ക് ഔട്ട് ഗോയിങ് ഇതുപോലെ ഇത്രയും സ്പീഡിൽ തന്നെ കഴിയണം. പീപ്പിൾ ഷുഡ് നമുക്ക് ഡോറ് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഡോറ് തുറന്ന് കാണിച്ചേ പറ്റും. അല്ലാതെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് ഇവിടെ പിന്നെ ജയിലിലെ പോലെ പിന്നെ മട്ടനും ചിക്കനും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പീപ്പിൾ ഷുഡ് ടു ഗോ അത്രേ ഉള്ളൂ. പിന്നെ അതിന് അവരെ നമ്മൾ പരിപോഷിക്കുക, പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യമാണെങ്കിൽ വി ഷുഡ് സെൽ ഹിം. നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസിന് ഫാനാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു യുണൈറ്റഡ് സ്ക്വാഡിൽ. ബട്ട് എത്രയും ബ്രൂണോ ഫെർണാണ്ടസിന് ഫാനാണെന്ന് പറഞ്ഞാലും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. കാരണം ആ 100 മില്യൺ യൂറോസിൽ സൗദിയിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് റീപ്ലേസ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അമറിമിൻ്റെ പ്ലേസിന് അമറിമിനെ തന്നെ കൊണ്ടുവരാൻ പറ്റും. അമറിൻ പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് ഇനി കുൻഹയെ കുറിച്ച് പറയാം. കുൻഹ വൂൾസിൻ്റെ പ്ലെയർ ആയിരുന്നു. അതിനു മുമ്പേ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് വൂൾസ് സൈൻ ചെയ്താണ് 50 മില്യൺ. നമ്മുടെ 62.35 മില്യൺ യൂറോസിനാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. നമുക്ക് ഇതാണ് കുൻഹയുടെ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ ഇത് കൊടുക്കാം, പേയ്മെൻറ്റ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ എഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പം കുൻഹ എവിടെ കളിക്കും നമ്മുടെ ടീമിൽ എന്നത് ഇതാണ്. കഴിഞ്ഞ തവണത്തെ കുൻഹയുടെ ഹിറ്റ് മാപ്പ് സോളോ സ്കോർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കുറച്ചുകൂടെ ലെഫ്റ്റ് സെൻട്രിക് ആയിട്ട് ലെഫ്റ്റിലൂടെ കളിക്കുന്ന ഒരു പ്ലെയറാണ്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ബട്ട് ആ ഫ്രണ്ട് ആ 2 വിങ്ങിൽ കുൻഹ കളിക്കും. നമ്പർ 10 ആയിട്ട് കുൻഹ കളിക്കും. കുൻഹ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമ്പർ 10 കളിക്കാൻ പറ്റിയ പ്ലെയർ ആണെന്നാണ്. പുള്ളിക്ക് നല്ല പേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് നല്ല പേസ്, ബോൾ ക്യാരിങ് എബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രസീലിയൻ ശാപം എന്ന് പറയുന്നത് ബ്രസീലിയൻ ശാപം ഉള്ളതാണ്. നമ്മുടെ പ്ലേയേഴ്സൊന്നും അങ്ങനെ ബ്രസീലിൽ നിന്ന് സൈൻ ചെയ്ത് ബ്രസീലിയൻ പ്ലേയേഴ്സൊന്നും നമ്മുടെ ഇവിടെ പച്ചോട്ടിട്ടില്ല പൊതുവെ. ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു ഗോൾഡൻ ബോയ് ഉണ്ടായിരുന്നു, ആൻഡേഴ്സൺ. പുള്ളി ഉൾപ്പെടെ ഇറ്റ് വാസ് എ ഫ്ലോപ്പ് ഫോർ us. എനിവേ ലെറ്റ്സ് ഹോപ്പ് ഹി വിൽ ബ്രേക്ക് ദാറ്റ് കേഴ്സ്. ബ്രസീലിയൻ കേസ് കസിമിറോ ഓൾറെഡി ബ്രേക്ക് ചെയ്തതാണ്. ലെറ്റ്സ് ഹോപ്പ് കുൻഹ ടു വിൽ ബ്രേക്ക് ഇറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുക. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങാൻ പറ്റിയ രീതിയിലാണ്. ലൈക്ക് ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി ഡൺ. ഇത്രയും നാളത്തെ ഇത്രയും ദിവസത്തെ നമ്മുടെ ഹാർഡ് വർക്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഡെലിവർ ചെയ്ത കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ പേസിൽ നമ്മൾ പോകണം. നമ്മളിനി ഇവിടെ ഇനി 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയട്ടെ, ഇനിയും പണ്ടത്തെ പോലെ ഒരു പ്ലെയറുമായിട്ട് ലിങ്ക് ചെയ്യുക, എന്നിട്ട് 3 ആഴ്ച അതിനുവേണ്ടി ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് സൈൻ ചെയ്യുക. അതിൻ്റെ കുറേ ട്രാൻസ്ഫർ റൂമേഴ്സും കുറേ ക്ലിക്സും കിട്ടാൻ വേണ്ടി നമ്മൾ സൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ പ്ലേയേഴ്സിനെ, നമുക്ക് വേണ്ട പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യാം. കാരണം ജൂലൈ പകുതിയോടെ നമുക്ക് പ്രീ സീസൺ തുടങ്ങും. ആ പ്രീ സീസണിൽ അമറിമിന് വേണ്ട പ്ലേയേഴ്സിനെ അമറിമിന് കിട്ടണം. എന്നാലേ അമറിമിന് പുള്ളിയുടെ സിസ്റ്റം അവിടെ എന്നായിരുന്നു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ പറയുക, അമറിമിൻ്റെ സിസ്റ്റം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അങ്ങനെ അമറിമിന് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താലേ പ്രീമിയർ ലീഗ് ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കത്തുള്ളൂ. നമ്മൾ ഓഗസ്റ്റ് വരെ പ്ലേയേഴ്സിനെ നീട്ടി കൊണ്ടുവന്ന് ഓഗസ്റ്റ് അവസാനം ആകുമ്പോൾ സൈൻ ചെയ്തിട്ട് പ്രീമിയർ ലീഗ് സീസണിൻ്റെ 5 കളി അങ്ങനെ പോകും. എന്നിട്ട് ഈ പ്ലേയേഴ്സ് വന്ന് ആ സീസണിൻ്റെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനും ഒരു 3-4 കളി പോകും. അപ്പോഴത്തേക്കും നമ്മൾ വി ആർ ഡ്രോപ്പിംഗ് അറൗണ്ട് 21 പോയിന്റ് നമ്മൾ റിസ്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് റിസ്ക് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പ്രീമിയർ ലീഗ് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ 15 പോയിന്റ് നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. എവറി പോയിന്റ് മാറ്റേഴ്സ് ഫോർ നെക്സ്റ്റ് സീസൺ. നമുക്ക് ടോപ്പ് 4 ഫിനിഷ് വേണം, നമുക്ക് യു എഫ് എ മാച്ച് വേണം. യുഎഫ്എ കോമ്പറ്റീഷന് എന്നായിരുന്നു, കോമ്പറ്റീഷന് നമുക്കിത് എന്നായിരുന്നു ക്വാളിഫിക്കേഷൻ വേണം. അപ്പം വി ഷുഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. അത്രേ ഞാൻ പറയുന്നത്. നമ്മുടെ പ്ലേയേഴ്സിന് വേണ്ട, നമ്മുടെ മാനേജറിന് വേണ്ട ടൂൾസ് നമ്മൾ നേരത്തെ കളക്ട് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഔട്ട് ഗോയിങ്സ്.
വേണ്ടാത്തവരെ പറഞ്ഞു വിടണം. എന്തിനാ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം എനിക്കറിയാം, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പോലെയല്ല, കോംപ്ലക്സ് ആയിരിക്കും. ബട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ആക്ട് ചെയ്യുക, നമുക്ക് വേണ്ടി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ഡെലിവറി ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് വേണ്ടി. അത് മാനേജ്മെൻറ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് അവർ ഒരു ഓണേഴ്സായിട്ട് അവിടെ ഇരിക്കുന്നത്. അതവർ പല സീസണിലും നമ്മളെ ഗ്ലേസേഴ്സ് കൊണ്ടോട്ടെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ജിം റാഡ്ക്ലിഫ് വന്നിട്ടാണ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആയത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമെന്നല്ല. പിന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇപ്പോഴത്തെ നമുക്ക് മാഞ്ചസ്റ്ററിൽ നിന്ന് ബെർണാണെന്നാണ് പറഞ്ഞൊരു അവരുടെ ഇതിനെ നമ്മൾ സൈൻ ചെയ്തായിരുന്നു. UFA എന്നായിരുന്നു പുള്ളിയുടെ അവിടുത്തെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്നു, അതായത് ട്രാൻസ്ഫർ മാനേജറാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മാൻ സിറ്റി കളിച്ചുകൊണ്ടിരുന്നപ്പം ഒത്തിരി ബഡ്ജറ്റിൽ വർക്ക് ചെയ്തൊരു പുള്ളിയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ നല്ല പ്രഷറുള്ള കളിയായിരിക്കും യുണൈറ്റഡിന് വേണ്ടി ഇപ്പം ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പം അങ്ങനെ ലാവിഷ് ബഡ്ജറ്റ് ഇല്ല. നമുക്കിപ്പം സത്യം പറഞ്ഞാൽ വാൻഗാളിൻ്റെ ഫസ്റ്റ് സീസണ് വാൻഗാളിനൊരു ഒരു ഭയങ്കര സ്ട്രെച്ച് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു, ഒത്തിരി പ്ലേയേഴ്സിനെ സൈൻ ചെയ്തതാണ്. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ സീസണാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരി പേരെ വിൽക്കണം, നമ്മുടെ ഫണ്ട് അക്കമുലേറ്റ് ചെയ്യാൻ. റാഷ്ഫോർഡ് പോകണം, ആൻ്റണി പോകണം, പിന്നെ ബ്രൂണോ പോകണം, പിന്നെ സാഞ്ചോ പോകണം, പിന്നെ കുറച്ച് പേര് ഫ്രീ ഏജൻ്റായിട്ട് റിലീസുമായിട്ടുണ്ട്. ഇപ്പോൾ വേജ് ബഡ്ജറ്റ് പോയി. അപ്പം നമ്മൾ വി ഷുഡ് ആക്ട് ലൈക്ക് എ ബിഗ് ക്ലബ്. ഇനിയെങ്കിലും നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം നമ്മുടെ ക്ലബിന് വേണ്ടി, മാനേജ്മെൻറ്റ്. അല്ലാതെ നമുക്കിത് ക്ലബ്ബ് ആരുടെ പടലും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ വിഷ് വി ഹാവ് എ ഗുഡ് ട്രാൻസ്ഫർ വിൻഡോ. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോ പോലെ പെട്ടെന്ന് സൈനിങ്സ് നടത്തും. നമ്മൾ 4 സൈനിങ്സും പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോ നല്ലതാണ്. എനിക്ക് അവിടുത്തെ പ്ലേയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആരും അത്ര മോശമായിട്ടൊന്നുമില്ല. ഡിലിറ്റ് ആണെങ്കിലും മസറാവി ആണെങ്കിലും പിന്നെ മാർട്ടിൻ ആണെങ്കിലും ചുമ മാർട്ടിനെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പുള്ളി സൈൻ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഒരു ഗ്രിപ്പുണ്ട്. നല്ല പ്ലെയറാണ്. ഇപ്പോൾ ഹോങ്കോങ്ങിനെതിരെ പുള്ളി 2 ഗോൾ അടിച്ചു. ഇറ്റ്സ് ലെറ്റ് ഹോപ്പ് ഇറ്റ് വിൽ ബി എ സ്റ്റാർട്ട് ഫോർ ഗ്രേറ്റ് സീസൺ ഫോർ ഹിം എനിവേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു. എനിവേ ഇനിയും അടുത്ത് നമുക്കൊരു ഇതായി നമ്പർ 10 കളിക്കാൻ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ ഒരു പ്ലെയറായി. ഓക്കെ, നമുക്കിനിയും വേണ്ട ഒരു സ്ട്രൈക്കറിനെ വേണം, ഒരു മിഡ്ഫീൽഡർ വേണം, പിന്നെ ഡിഫൻഡർ വേണം. പിന്നെ 3 കീ സൈനിങ് എന്തായാലും, പിന്നെ ഗോൾ കീപ്പർ. ഈ 4 കീ സൈനിങ് നമ്മൾ നടത്തിയേ പറ്റും. എനിവേ നമ്മൾ നാളെ തൊട്ട് ഇനി റൂമേഴ്സ് തുടങ്ങും, അടുത്ത ആരൊക്കെ ആയിട്ടാണ് ലിങ്ക് ചെയ്യുന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോറിയിൽ വ്യക്തത കിട്ടും. എനിവേ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പം ഇവിടെ മഴ തുടങ്ങി, മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഈവനിങ്. പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.